നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തി. അതായത് കണ്ണും അടച്ച് നമുക്ക് പറയാം എന്തിനായിരിക്കും സമരം. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഒറ്റവാക്കി പറഞ്ഞാൽ സമരത്തിന്റെ ഉദ്ദേശം. പക്ഷെ നമ്മുടെ സതീശൻ ഇതിനെ അങ്ങ് വളച്ചൊടിച്ചിട്ട് പറയുന്നത് ഇപ്പൊ എന്താ ഈ പറയുന്ന അതായത് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ BJP സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഒരു കൂട്ടുകെട്ടാണ് ഇവിടെ കണ്ടത് എന്നുള്ള രീതിയിലാണ് സതീശൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് സാധൂകരിക്കാൻ വേണ്ടി കുറെ അധികം ന്യായങ്ങളും പുള്ളി നിരത്തിയിട്ടുണ്ട്. കുറെ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങ് വിളമ്പി. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ബൈറ്റ് കേട്ട സമയത്ത് തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിക്കേറി നിൽക്കുവാണല്ലോ. എന്തായാലും ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാലും ഇവരൊക്കെ സമാധാനം പറയേണ്ടി വരും ഒരു സമയത്ത്, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴേലും. അപ്പൊ അതിനെ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും കൂടാണോ ഇപ്പൊ ഇങ്ങനൊരു, അതായത് എന്തെങ്കിലുമൊക്കെ അതിന്റെ മുകളിൽ കൊണ്ടിട്ടെങ്കിലല്ലേ മറച്ചു വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടെന്ന് കരുതപ്പെടാമല്ലോ. തീർച്ചയായും ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നയിക്കുന്നത്. ഇതിന് നമുക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ കേരളത്തിനോട് ഇതുവരെ നടത്തിപ്പോരുന്ന ചില സമീപനങ്ങളുടെ കേന്ദ്രം നിലനിർത്തിപ്പോരുന്ന ചില സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതിക്ക് മതിയായ തുക നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ വരുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ടായ സമയത്ത് അത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ആ സമയത്തും ഈ കേന്ദ്ര സർക്കാർ ചെയ്തത്, അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കുറ്റം പറയുകയാണ്. അതായത് വേണ്ട രീതിയിൽ നേരത്തെ തന്നെ ഒരു അലർട്ട് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ലോക്സഭയിൽ നിന്നുകൊണ്ട് പച്ചയ്ക്ക് സംസ്ഥാന സർക്കാരിനെതിരെ കള്ളം പറയുന്നു. അതായത് BJP ഉയർത്തിപ്പോരുന്നൊരു നയമുണ്ട്. ഒന്നുകിൽ തങ്ങൾക്ക് കിട്ടും എന്നുറപ്പുള്ള സംസ്ഥാനങ്ങൾ, വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗുണം തങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവിടങ്ങളിലേക്ക് ഫണ്ട് വിനിയോഗിക്കുക. ഫണ്ട് കൂടുതലും അവിടെ ചെറിയ പ്രളയമാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാൽ പോലും അവിടേക്ക് കോടിക്കണക്കിന് രൂപ അവിടേക്ക് അനുവദിച്ചു കൊടുക്കുക, ഒരു ദുരന്ത നിവാരണം എന്നുള്ള നിലയിൽ. അതെ, അപ്പോൾ അവിടെ അങ്ങനെ പ്രയോജനം കിട്ടും. അതേസമയം കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഉടനെ അധികാരം കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പം LDF അല്പം ഒന്ന് താഴ്ന്നു നിന്നാലും ശരി, അവിടെ UDF കയറും എന്നുള്ളതാണ് അതിനകത്തിലെ യാഥാർത്ഥ്യം. അല്ലാതെ BJPക്ക് അവിടെ ഒരു വലിയ നിർണായക ശക്തിയായി വളരാമെന്നോ BJP അവിടെ ഒരു അധികാരം പിടിക്കുമെന്നൊന്നും BJPക്ക് ഇപ്പോഴും യാതൊരു ചിന്താഗതിയും ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ പറയുന്ന കേരളം ഭരിക്കുന്ന LDF ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് എന്തിനാണ് പണം കൊടുത്ത് സഹായിക്കുന്നത്? അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി വെട്ടിക്കുറയ്ക്കുന്നു. ഇവിടെ നമുക്ക് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് അനുവദിച്ചപ്പോൾ നമ്മൾ ചോദിച്ച 2000 ചില്ലുവാനും കോടി രൂപയാണെങ്കിൽ നമുക്ക് വെറും 500 ചില്ലുവാനും കോടി രൂപ വായ്പയായി തരികയായിരുന്നു. അവിടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ പിന്നെ ജീവൻ വെടിഞ്ഞവരുടെയും അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെയും വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം കിട്ടുന്നില്ല, അതൊരു വലിയ പ്രശ്നമായി അവശേഷിക്കുന്നു. അപ്പം എല്ലാ തരത്തിലും നമ്മുടെ അതോടൊപ്പം തന്നെ പലതിൻ്റെയും നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു. അപ്പം ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ നമ്മളോട് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനം ഒട്ടുക്ക് ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ CPM അല്ലെങ്കിൽ സർക്കാർ മാത്രം സമരത്തിന് ഇറങ്ങുന്നു. എവിടെ പ്രതിപക്ഷത്തിന് എന്താ അടുത്ത തവണ പ്രതിപക്ഷം ഈ അധികാരത്തിലേക്ക് എത്തില്ല എന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയാൽ മാത്രമല്ലേ ഇവർ ഇറങ്ങേണ്ടതുള്ളൂ. കാര്യം നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും BJP സർക്കാർ അവിടെ അധികാരത്തിൽ ഇരിക്കുക കേവലം ഒരു 2 വർഷം മാത്രമേ മാറുന്നുള്ളൂ. അല്ലാതെ പിന്നെ ബാക്കി 4 വർഷവും ഇതേ സർക്കാരിന്റെ കീഴിൽ അല്ലെങ്കിൽ ഇതേ യൂണിയൻ സർക്കാരിന്റെ കീഴിൽ സംസ്ഥാനം ഭരിക്കേണ്ട അവസ്ഥയാണ് UDFന് വരിക. UDFന് അധികാരത്തിൽ വന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേ നയം തന്നെ ആയിരിക്കില്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിലെ ഇപ്പോൾ നിലവിൽ പിണറായി വിജയൻ നയിക്കുന്ന ആ സമരത്തിനെ അനുകൂലിക്കാതെ മാറി നിൽക്കാനുള്ള കാരണം എന്താ? അപ്പൊ ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം എന്താ പ്രതിപക്ഷത്തിനില്ലേ? പങ്കെടുക്കാത്തതിന്റെ കാരണമായിട്ടാണ് ഈ പറയുന്നത്. അതായത് ഇതിനകത്തൊരു അവിശുദ്ധ കൂട്ടുകെട്ട് നടക്കുന്നു, അതിൽ പങ്കുചേരാൻ ഞങ്ങളില്ല. അവിശുദ്ധ കൂട്ടുകെട്ട് അങ്ങനെ അവര് പഴയ കാലഘട്ടത്തെ എടുത്തിട്ടാണ് പറയുന്നത്. 70-കളിലൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്. 70-കളിൽ ശരിക്കും കൂട്ടുകെട്ടുണ്ടാക്കിയത് എവിടെയാണ്? 70-കളിൽ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് ശരിക്കും പിന്നെ ഇവിടെ രാജഗോപാലും ഒക്കെ കൂടെ ചേർന്നിട്ടല്ലേ? ഇവിടെ EMSനെ തുരത്താൻ വേണ്ടിയിട്ടല്ലേ? EMSനെയും AKGയും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് ആരാണ്? അത് ശരിക്കും കോൺഗ്രസും ജനസംഘവും ചേർന്നിട്ടല്ലേ? BJPയും ചേർന്നിട്ട് തന്നെയല്ലേ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുന്നത്? ജനസംഘമായിരുന്നു അന്ന്.
അപ്പൊ അങ്ങനെ BJP ആയിട്ട് എല്ലാ കാലത്തും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരേ ഇതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കാരാണ്. പിന്നെ കോൺഗ്രസ് പറയുന്നൊരു കാര്യം, ഒരു RSSന്റെയും വോട്ട് കൊണ്ട് ഞങ്ങൾ ആരും പിന്നെ വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കെ ബാബുവിനോട് ചോദിച്ചാൽ കെ ബാബു സത്യം പറയുമല്ലോ. ഏതെങ്കിലും RSSകാരന്റെ സംഘപരിവാറുകാരന്റെ വോട്ട് കൊണ്ടാണോ താൻ ജയിച്ചതെന്ന് കെ ബാബുവിനോട് VD സതീശൻ ചോദിക്കട്ടെ. ഇപ്പോഴും MLA ആയിട്ടിരിക്കുകയല്ലേ, ചോദിച്ചാൽ പറയും 6 വോട്ട് കൊണ്ടാണ് കെ ബാബു ജയിച്ചതെന്ന്. എന്തിനായിരുന്നു അങ്ങനെ സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു വോട്ടർ സ്ലിപ്പിൽ അയ്യപ്പന്റെ പടം വെച്ച് കൊടുത്തത്? അപ്പൊ ഇതൊക്കെ അപ്പൊ ശരിക്കും സംഭവിച്ചത് എന്താ? അങ്ങനെ ചില ഡീലുകൾ ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും VD സതീശനും കൂട്ടരുമാണ്. ഈ പിന്നെ കോൺഗ്രസും UDFും തന്നെയാണ് ഈ രീതിയിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, CBSE സിലബസുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഇവർക്ക് ഒളിച്ചു കടത്താൻ കഴിയുന്ന കാര്യമല്ലേ ഈ പറയുന്ന NB എന്ന് പറഞ്ഞാൽ NEP, നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി, അവർക്ക് ഒളിച്ചു കടത്താമല്ലോ. അപ്പം ഇവിടെ എന്തിനാണ് PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് എന്നതിൽ അടിസ്ഥാനപരമായി പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല. പിന്നെ ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെ എതിർത്തതാരാണ്? അത് CPM അല്ലേ എതിർത്തിട്ടുള്ളത്, അല്ലാതെ പിന്നെ ശരിക്കും പറഞ്ഞ VD സതീശനോ UDFോ വല്ല എതിർത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ PM ഉഷ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ സമയത്തും ഇവിടെ സർക്കാർ ചെയ്തത് എന്താ? സർക്കാർ അതിനെതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. PM ഉഷ പദ്ധതി നടപ്പിലാക്കിയത് നമുക്ക് വേണ്ട ഗ്രാന്റ് കിട്ടണം, നമുക്ക് വേണ്ട തുക അവരിൽ നിന്ന് കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന്, അത് പിടുങ്ങിയെടുക്കുക, മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പൊ നാളെ UDF അധികാരത്തിലോട്ട് വന്നു എന്ന് വിചാരിച്ചു. അപ്പം അന്ന് ഇതുപോലെ ഇപ്പൊ പെൻഷൻ സ്കീം തന്നെ നമ്മുടെ ഈ ഇവരുടെ ഉണ്ട്, പെൻഷൻ വേണ്ട, നമ്മുടെ തൊഴിലുറപ്പുകാരുടെ വേതനം തന്നെ, അത് ഇപ്പം 90-10 അങ്ങനെയാക്കി 60-40 ആയിരുന്നു. അത് 90-10 അപ്പം ഈ സിസ്റ്റത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ അധികാരത്തിൽ വരുമ്പോഴും ഇതിന് മാറ്റമൊന്നും വരുന്നില്ല, ഇതേ സിസ്റ്റത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന UDFുകാർ അന്ന് സമരത്തിന് ഇറങ്ങത്തില്ലെന്നാണ് പറയുന്നത്. എങ്ങനെ സമരത്തിന് ഇറങ്ങും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ പറയാണ്, ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം VD സതീശൻ പറയുന്ന കൂട്ടത്തിൽ ആകെപ്പാടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്താണ് ഇവിടെ LDF സർക്കാർ ഉണ്ടാക്കിയത്? 4,60,000 പേർക്ക് വീട് വെച്ചു കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചുരുങ്ങിയ ഒരു കുറഞ്ഞ കാര്യമാണോ? ഒരു ദിവസം 133 വീടുകളാണ് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 130 കണക്ക് പ്രകാരം നോക്കിയാൽ അതായത് 10 വർഷം കൊണ്ട് 133 ഒരു ദിവസം 133 വീട് സംസ്ഥാന സർക്കാർ വെച്ചു കൊടുത്തിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം. ഇവരാദ്യം പിന്നെ MO ഹസൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? MO ഹസൻ പറഞ്ഞല്ലോ ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ പിരിച്ചുവിടും എന്ന് പറഞ്ഞു. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇവർ തയ്യാറാണോ UDF? അല്ല, ഏത് വികസന പ്രവർത്തനത്തെയാണ് ഇവർ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്? ഇവിടെ തുരങ്കപാത, വയനാട് തുരങ്കപാത, ആ തുരങ്കപാത വരുന്നതോടുകൂടി ഉണ്ടാകാവുന്ന യാത്രാക്ലേശത്തിന് കുറവ് വരുന്നുണ്ട്. തുരങ്കപാത വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താ ഇവർ മിണ്ടാതിരിക്കുന്നത്? അവിടെ തുരങ്കപാതയെ ഞങ്ങൾ എതിർക്കും, ഗെയിൽ വാതക പൈപ്പ് ലൈനെ ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ പിന്നെ വിഴിഞ്ഞം പ്രോജക്റ്റിനെ ഞങ്ങൾ എതിർക്കും. എല്ലാത്തിനെയും എതിർക്കുക മാത്രമാണ്. തീരദേശ ഹൈവേ ഞങ്ങൾ എതിർക്കും, മലയോര ഹൈവേ ഞങ്ങൾ എതിർക്കും. ഈ എതിർക്കുന്നതല്ലാതെ ശരി സർക്കാർ ചെയ്യാൻ പോകുന്ന ഒരു മികച്ച വികസന പ്രവർത്തനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കാം എന്ന് VD സതീശനോ കൂട്ടരോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, പറയണ്ട. ചിന്തിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അവരെപ്പോഴും എല്ലാത്തിലും പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തെ മിക്സപ്പ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. കാര്യം അവരാകെപ്പാടെ വിരളി പിടിച്ചിരിക്കുക. സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു. തീരദേശ ഹൈവേ വരുന്നുണ്ട്, മലയോര ഹൈവേ വരുന്നുണ്ട്, ഹൈവേ വികസനം വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട്, റോഡുകൾ എല്ലാം നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ഈ പറയുന്ന പലരും അവർ വിഭാവനം ചെയ്തതിനപ്പുറത്തേക്ക് കേരളം എന്ന് പറയുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടിട്ട് വിരളി പിടിക്കുക. ഇവരിനി ചെയ്യുന്നെങ്കിൽ ഇതിനപ്പുറം ചെയ്യണം, അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് ഒരു സാധനമാണ് ഇവര് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകേണ്ടത്. ഞങ്ങൾ എന്നെ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയ തൃശ്ശൂർ ടൗണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മനോരമ റൗണ്ടും എല്ലാം കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് ശക്തൻ നഗറിലേക്ക് പോകുമ്പോൾ അറിയാം ടൂറിസത്തിന്റെ അല്ലെങ്കിൽ ആകാശപാത എന്ന് പറയുന്ന ഒരു സാധനം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാക്കി. പാലങ്ങൾ എത്രയോ വന്നു. എത്രയോ കാലം UDF ഭരിച്ച സമയത്തും തീർക്കാനാവാത്ത വലിയഴീക്കൽ പാലമുണ്ട്. അഴീക്കൽ പാലം ആരാണ് യാഥാർത്ഥ്യമാക്കിയത്? എത്രയോ കാലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയത്? ആലപ്പുഴ ബൈപ്പാസ് ആയില്ലേ?
അപ്പം കൊല്ലം ബൈപ്പാസ് ആയില്ലേ. അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ UDF കാലത്ത് നടക്കാതെ പോയ പല പ്രോജക്റ്റുകളും പിന്നീട് ഇടതുപക്ഷ സർക്കാർ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇച്ഛാശക്തി എന്ന് പറയുന്ന സാധനമുണ്ട്, അതില്ല. അപ്പൊ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് UDFന് വിരളി പിടിക്കും. കാരണം അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ ഇതല്ല, ഇതിനപ്പുറം ഞങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള തോന്നലാണ് ശരിക്കും UDFനെ സംബന്ധിച്ച്. അത് മാത്രമല്ലെന്നേ, ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് അവരെ ഒരു രീതിയിൽ, അതായത് സർക്കാരിനെതിരെ, അല്ലെ സർക്കാരിനെ കുറിച്ച് ഒന്നും നല്ലതൊന്നും പറയണ്ട, പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഭവിച്ചെങ്കിലോ ഭവിച്ചു പോയെങ്കിലോ. അപ്പം ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇന്നലെ രാത്രി 12 തൊട്ട് ഇന്ന് രാവിലെയൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെയും കൂടെ പറഞ്ഞ് അതിനെ ഒന്ന് മറയ്ക്കാനുള്ള ശ്രമം കൂടി ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എഫക്ട് എന്ന് പറയുന്നത് അത് ഭീകരമായ എഫക്റ്റ് ആണ്. കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. കാരണം അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. കാരണം ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ലെന്നാണ് പറഞ്ഞത്. ഉത്തരവില്ല. കാരണം അവര് കൈ കഴുകി. കോൺഗ്രസ് അതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസ് കൈ കഴുകി കഴിഞ്ഞു. കാര്യം കോൺഗ്രസിലെ ഏത് നേതാക്കന്മാരും ഇനിയിപ്പം പറയാൻ നിയമസഭ അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു നടപടി ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഇത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സഭ അംഗീകരിക്കും. സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവൻ പുറത്താണ് രാഹുൽ. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇപ്പം അകത്തിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ കാര്യം അവനകത്താണ്. പിന്നെ ഈ അങ്ങനെ ഒരു MLA ആയിട്ട് ഇരുന്നിട്ട് എന്തോ കാര്യം? പ്രയോജനമൊന്നുമില്ല, ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. ആകപ്പാടെ 2 മാസം കൂടെ ഉള്ളൂ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഒക്കെ. പിന്നെ അതുവരെ ഇവന് ഈ MLA സ്ഥാനം വെറുതെ ചുമന്നുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ UDFന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ UDFും അല്ലെങ്കിൽ CPM-ഉം BJPയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ടാണ്, ഒരു കൂട്ടുകച്ചവടം ഉണ്ടായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ സമരം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇങ്ങനെ ചെയ്യും, ഞങ്ങളെ അതിനെ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഏത് കാലത്താണ് UDF ഇവിടുത്തെ BJPക്കെതിരെ സമരം ചെയ്തിട്ടുള്ളത്? BJPയുടെ നയങ്ങൾക്കെതിരായിട്ട് എപ്പോഴെങ്കിലും ഈ പറയുന്ന UDF സമരം ചെയ്തിട്ടുണ്ടോ? അവിടെ അന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിക്കളഞ്ഞ് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തിയ സമയത്ത് പോലും അന്ന് അവിടെ പോയെന്ന് പോറ്റിയെ കയറ്റിയെ പാട്ട് പാടാനല്ലാതെ ഇവിടുത്തെ കേരളത്തിലെ MP-മാരെ കൊണ്ട് എന്തെങ്കിലും സാധിച്ചോ? അവർ സമരം ചെയ്തു അതിനെതിരെ? ഇല്ല. അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ തിരുവനന്തപുരം. പിന്നെ നമുക്ക് തിരുവനന്തപുരം ഉണ്ട്, നമുക്ക് എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. തൃശ്ശൂരുണ്ട് ഒരു ഉദാഹരണം. കാരണം അത് തെളിവ് സഹിതം പുറത്തു വന്ന ഒരു കാര്യമാണ്. സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു എന്നുള്ളത്. ട്രിവാൻഡ്രത്തോട്ട് വന്ന് നോക്ക്, അവിടെ നമ്മൾ കണ്ടു എവിടെയാണ് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നടക്കുന്നത്. അതൊക്കെ സതീശനങ്ങ് മറന്നു. സതീശൻ മറക്കുന്നുണ്ട്. ഇതല്ല സതീശൻ മറക്കുന്നതല്ല, സതീശൻ ചില ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പം രാഹുലിന്റെ താണക്കേട് എങ്ങനെയും ഒന്ന് മറയ്ക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തിനാ ഇപ്പം ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കൊള്ള സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കി, ഒരു പരിധി വരെ അതിൽ വിജയിച്ചു. അപ്പൊ ഇതിപ്പം ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുപേരെങ്കിലും വിശ്വസിക്കും. അല്ല, ഇതില് നമ്മള് UDFന്റെ ഒരു എന്തുകൊണ്ടാണ് ഇപ്പൊ സതീശൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കാം. ഈ 10 വർഷം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു 10 വർഷം കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് അതിശക്തമായ ഒരു നിലയിലേക്ക് എത്താമായിരുന്നു. അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിക്ക് ശക്തമായ നിലയിലേക്ക് എത്താം. കാര്യം സർക്കാരിനെതിരായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ട് ജനകീയ സമരങ്ങൾ നയിച്ചുകൊണ്ടൊക്കെ ഒരു പ്രതിപക്ഷത്തിന് മുൻനിരയിലേക്ക് വരാൻ കഴിയുമായിരുന്ന 10 വർഷമാണ്, വിലപ്പെട്ട 10 വർഷമാണ്. നല്ല പെണ്ണ് കേസുകളിൽ അവർ നല്ലോണം മുന്നേ അത് അങ്ങനെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ അത്ര ശക്തമായ ഒരു 10 വർഷം കൊണ്ട് നേടാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ 10 വർഷത്തിനകത്ത് UDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദത്തിനും ഒരു ആയുസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടക്കം മുതലുള്ള ഓരോന്നിടത്തും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആയുസില്ല. എന്നാൽ അതേസമയം UDFനെതിരായിട്ട് വന്നതോ, UDFനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു. വിൻസെന്റ് MLAക്കെതിരായിട്ടുള്ള സ്ത്രീ പീഡന ആരോപണം, എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള സ്ത്രീ പീഡന ആരോപണം മാത്രമല്ല, പിന്നീട് ഇവരെ ഉപദ്രവിച്ചു എന്ന അടക്കമുള്ള പരാതികളാണ് രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ നിരവധിയായ സ്ത്രീ പീഡന പരാതികളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അത് UDFനെതിരായിട്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അതും തണുത്തു വന്ന സമയത്താണ് പല കേസുകളും സർക്കാരിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് പലതും കോടതി എടുത്ത് ദൂരെ കളഞ്ഞത്. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിൽ പിന്നീട് ഫണ്ട് തട്ടിപ്പ് വരുന്നു. വയനാട് ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാര് മറ്റേ വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ യൂത്ത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നു. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ പൈസ പിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ നിർത്താതൊരു പ്രവാഹമായിരുന്നു ശരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ ചില സീറ്റുകൾ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരാകപ്പാടെ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്താണ്? സ്വർണ്ണക്കൊള്ളയാണ്. ഈ സ്വർണ്ണക്കൊള്ള എന്നിട്ട് അത് ബൂമറാങ്ങായി മാറുകയും ചെയ്തു. ഇപ്പം
വിഴിഞ്ഞം പ്രോജക്റ്റ് അവർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സമരക്കാരോടൊപ്പം നിന്ന പാർട്ടിയാണ് UDF. അപ്പോൾ അവർ സമരക്കാരെ അടിച്ചൊതുക്കി പോലീസുകാർക്ക് അന്ന് ശരിക്കും പരിക്കേറ്റ ഒരു സമയം കൂടിയാണ് വിഴിഞ്ഞം സമരം എന്ന് പറഞ്ഞാൽ. ആ സമരത്തിനൊപ്പം നിന്നു. ഇത് നടത്തരുത്, വിഴിഞ്ഞം പ്രോജക്റ്റ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിൽ VD സതീശനും K സുധാകരനും അടക്കമുള്ളവർ ഇന്ന് സമരത്തിന് അണിനിരുന്നു. അപ്പൊ ഇങ്ങനെ വന്ന് വികസന വിരോധികൾ, വികസന മുടക്കികൾ എന്നുള്ളൊരു പേരുദോഷം VD സതീശന് വീണ് കിട്ടി. ഇതിനിടയിൽ ഈ പറയുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ, ഈ ഗവർണർ ഭാരതാംബയും കൊണ്ടുപോയി അവിടെ SFIക്കാരെ തടഞ്ഞപ്പോൾ SFIക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കുക ചെയ്ത്. അപ്പൊ ഇവിടെ സംഘപരിവാറിന് വേണ്ടിയിട്ട് കൊഴിലൂത്ത് നടത്തുകയല്ലായിരുന്നു VD സതീശൻ ചെയ്തത്. അപ്പൊ ശരിക്കും സംഘപരിവാറിനെതിരായിട്ടൊരു നിലപാടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് SFIക്ക് KSUവിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത്? ഈ ഗവർണറെ പ്രതിരോധിക്കാമായിരുന്നല്ലോ. എന്നിട്ട് ആ വിഷയത്തിൽ ഈ പറയുന്ന VD സതീശൻ മിണ്ട പഞ്ചപുച്ഛമടക്കി, എന്നിട്ട് അവരെ ഗുണ്ടകളെന്ന് വിളിച്ചു. ഇതേ VD സതീശൻ തന്നെ ഗോൾവർക്കറുടെ ചിത്രത്തിൽ പോയി തിരികെ എത്തിച്ച് തൊഴുത് പിടിച്ചു നിന്നു. ഇവിടെ നിന്ന് CPM-ലെ ഒരാളെ പോലും കണ്ടില്ലല്ലോ ആ വഴിക്ക്. CPM-ലെ ആരെങ്കിലും പോയി ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പ് തിരികെ തെളിയിച്ചിട്ടുണ്ടോ? ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പോയി തിരികെ തെളിയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനെ എതിർക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. മന്ത്രിമാരടക്കമുള്ള P. പ്രസാദ് അടക്കമുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി അടക്കമുള്ള എല്ലാവരും അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ആ എതിർപ്പിനെ തുടർന്ന് ഇപ്പം സർക്കാർ പരിപാടികളിലൊന്നും ഭാരതാംബ ചിത്രം കൊണ്ടുവന്ന് ഗവർണർ പ്രദർശിപ്പിക്കാറില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വേണ്ടും വിധത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി CPM തന്നെയാണ്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനെല്ലാം മറച്ചു പിടിച്ചിട്ട് ഞങ്ങൾ എന്തോ ഇവിടെ വലിയ കാര്യം ചെയ്യുന്നു. എന്നാൽ UDF-ന്റെ കാര്യത്തിൽ നോക്കിക്കേ, UDF എങ്ങനെയൊക്കെയാണ് സംഘപരിവാറിനെ സൂചിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. തൃശ്ശൂർ കൊടുത്തില്ലേ, ഇപ്പൊ തൃപ്പൂണിത്തുറ കൊടുത്തില്ലേ, ഇപ്പൊ ഇങ്ങോട്ട് വന്ന് തിരുവനന്തപുരത്ത് ഭരണം കൊടുത്തില്ലേ, അതിന് മുമ്പ് നേമത്ത് ശിവകുമാറിന്റെ പിൻബലത്തോടു കൂടി അവിടെ രാജഗോപാൽ ജയിച്ചു കയറിയില്ലേ. അപ്പോൾ നിയമസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്തതും ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്തതും ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതായത് ഒരിടത്ത് പോലും മികച്ച വിജയം നേടാൻ കഴിയാതിരുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയെ ഇത്രയും ശക്തമായ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതും പോരാഞ്ഞ് ഇവിടുന്ന് സ്വന്തം മക്കളെ പാർട്ടിക്ക് സംഭാവന കൊടുത്തവരല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രിമാര്. K. കരുണാകരന്റെ മോളെ എടുത്ത് സംഭാവന ചെയ്തില്ലേ? K. കരുണാകരൻ പത്മജി നിൽക്കുന്നത് ഇവിടെയാണ്, BJP-യിലാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നിൽക്കുന്നത് BJP-യിലാണ്. ഇനി ഉമ്മൻചാണ്ടിയുടെ മോനും കൂടി പോയ കാര്യം ശുഭമാകും. അപ്പൊ ഇവരെല്ലാം സംഭാവന കൊടുത്തുകൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ശക്തമായ വേരോട്ടം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്താ ഇവരിത് മറക്കുന്നത്? CPM-ലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ CPM-ലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ മകനോ ഇന്ന് BJP കയറിയിട്ടുണ്ടോ? മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടിട്ട് മുനമ്പ സമരവുമായി ഒത്തുകളിച്ചുകൊണ്ട് BJP-ക്ക് അവിടെ ഏറ്റവും 10-100-ലധികം ആൾക്കാർ അവിടെ മെമ്പർഷിപ്പ് എടുത്തു. ആരാ കാരണക്കാര്? അതിനും കോൺഗ്രസ്സുകാർ കാരണക്കാരായില്ലേ? ഇവിടെ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറ്റം നടത്താൻ BJP-ക്ക് അവസരം ഒരുക്കി കൊടുത്ത കോൺഗ്രസ്സുകാരല്ലേ? അപ്പൊ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. BJP-ക്ക് വളരാൻ വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് ഈ കോൺഗ്രസ്സുകാരാണ്. എന്നിട്ട് വളവിട്ട് കൊടുത്തു. എന്നിട്ട് പറയുകയാണ് ഇവിടെ CPM-ഉം BJP-യും തമ്മിലാണ് അന്തർധാരയെന്ന്. നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുമ്പോഴും BJP-യും കോൺഗ്രസും തമ്മിൽ നടത്തിയ അന്തർധാരകളല്ലേ ഇവിടെ പുറത്തേക്ക് വരുന്നത്, അല്ലാതെ വേറെ എന്താ പുറത്തേക്ക് വരുന്നത്? എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് VD സതീശന് പറ്റില്ല. VD സതീശന് വലിയ പ്രയാസമാണ്. കാര്യം ഇനി ഈ സമരം കൊണ്ട് VD സതീശൻ മുന്നോട്ട് പോയാൽ ED കയറും വീട്ടില്. പുനർജനി പദ്ധതി, മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ അന്വേഷണം വരും. ഈ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ VD സതീശൻ എന്ത് ചെയ്യും? ഇത് മാത്രമല്ല, ബാംഗ്ലൂരിൽ 150 കോടി മീൻവണ്ടിയെ കടത്തിയെന്ന ഒരു ആരോപണം VD സതീശനെതിരെ നിൽക്കുന്നു. അപ്പൊ ED വീട്ടിൽ കയറുന്നുള്ള 100% ഉറപ്പാ. അപ്പൊ സതീശന് നട്ടലില്ല സമരത്തിൽ നിൽക്കാൻ. സമരത്തിൽ നിന്ന് ED വരും. അപ്പൊ അതിനെ ഭയക്കണം. ആ പേടി ഉണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെയല്ല, ഇനിയിപ്പോ കൂട്ടത്തിൽ K. ബാബു എന്ന് പറയുന്ന തൃപ്പൂണിത്തുറക്കാരനെതിരെ കേസ് വന്നിട്ടില്ലേ? ED അന്വേഷണം ഇല്ലേ? പിന്നെ VS ശിവകുമാറിനെതിരെ ED അന്വേഷണം ഇല്ലേ? അങ്ങനെ എത്ര നേതാക്കന്മാർക്കെതിരെ ED അന്വേഷണം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെല്ലാം ഒത്തുകളിച്ചുകൊണ്ട് BJP ഇവിടെ അധികാരത്തിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ്. എന്നിട്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി സമരം ചെയ്യുന്ന CPM-ന് ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ മതി. CPM സമരം ചെയ്യുന്ന പിണറായി വിജയൻ ആ ഫണ്ടെല്ലാം എടുത്ത് പിണറായി വിജയന്റെ തൈക്കണ്ടിലുള്ള വീട്ടിൽ കൊണ്ടുവെക്കാനൊന്നുമല്ല. സർക്കാർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ആരുടെയും പിന്തുണ. പക്ഷേ സ്വയം ഒന്ന് ചിന്തിക്കണം. അതായത് ഞങ്ങൾ പ്രതിപക്ഷത്തിൽ ഇതിനു മുമ്പ് സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഡൽഹി സമരം നടത്തിയ സമയത്ത് പോലും ഈ പ്രതിപക്ഷക്കാരെ അണങ്ങിയില്ല. പ്രതിപക്ഷത്തുള്ളവർക്ക് ഈ പറയുന്ന 10-18 MP-മാരുണ്ട്. ഇവന്മാർക്കാർക്ക് എന്താ പണി? ഇവർക്കൊക്കെ എന്താ പണി? കലണ്ടർ അടിച്ചു കൊടുത്താൽ മാത്രം മതിയോ? കലണ്ടർ അടിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ പണി. അല്ല വേറെ ഒരു പണിയില്ല. അപ്പൊ എന്നിട്ടാണ് ഇവർ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റായ സമീപനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റത്തെ മോശമായ പ്രവർത്തനമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതൊരിക്കലും എന്നിട്ട് സർക്കാരിനെ കുറ്റം പറയാം. സർക്കാർ ഇതിനു മുമ്പ് സമരം നടത്തി, മുഖ്യമന്ത്രിമാരുടെ സമരം നടത്തി, അതിൽ പോലും പങ്കെടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൽ പോലും പങ്കെടുക്കാൻ ഇവിടെ VD സതീശൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ VD സതീശനും ഇവിടുത്തെ UDF-നും കോൺഗ്രസ് പാർട്ടിക്കും
തൽക്കാലം ബി ജെ പിയെയോ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും പിണക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും.